ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കഥയാണ് കേട്ടോ. പണ്ടൊരു കുറുക്കൻ ഒരു സവാരിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഒരു മുന്തിരിത്തോട്ടം കുറുക്കൻ്റെ കണ്ണിൽപ്പെട്ടത്. ഹായ്, ഇവിടെ ധാരാളം മുന്തിരിയുണ്ടല്ലോ, ഞാൻ ഇന്ന് വയറു നിറയെ മുന്തിരി കഴിക്കും എന്നും മനസ്സിൽ കരുതി കൊതിയോടെ കുറുക്കൻ തോട്ടത്തിലേക്ക് നടന്നു. മുന്തിരി പറിച്ചെടുക്കാനായി കുറുക്കൻ കൈകൾ ഉയർത്തി. പക്ഷേ മുന്തിരി കുറെ കൂടി ഉയരത്തിലായിരുന്നു. കുറുക്കൻ ചാടി നോക്കി, മുന്തിരി പറിക്കാൻ പറ്റിയില്ല. വീണ്ടും വീണ്ടും ചാടി നോക്കി. അവസാനം കുറുക്കൻ ക്ഷീണിച്ചു പോയി. മുന്തിരി കിട്ടാതായപ്പോൾ അവന് ദേഷ്യവും സങ്കടവുമായി. ഈ മുന്തിരിയെല്ലാം നല്ല പുളിയായിരിക്കും, അല്ലെങ്കിൽ ഇത് നല്ല കയ്പായിരിക്കും. ഈ മുന്തിരി കയ്ക്കും പുളിക്കും എന്നൊക്കെ അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുരങ്ങച്ചാർ അതുവഴി വന്നത്. ക്ഷീണിച്ചിരിക്കുന്ന കുറുക്കനെ കണ്ട് കുരങ്ങച്ചാർ കാര്യം അന്വേഷിച്ചു. ഉണ്ടായ കാര്യമെല്ലാം അവൻ പറഞ്ഞു. എന്നിട്ട് ഈ മുന്തിരിയെല്ലാം കയ്ക്കും പുളിക്കും എന്ന് കൂടി കൂട്ടിച്ചേർത്തു. ഇത് കേട്ട കുരങ്ങച്ചാർ ഒറ്റച്ചാട്ടത്തിന് കൈ നിറയെ മുന്തിരി പറിച്ചെടുത്തു. നല്ല മധുരമുള്ള മുന്തിരി. ഹായ്, എന്തു രസം! രണ്ടുപേരും വയറു നിറയെ മുന്തിരി കഴിച്ചു. മുന്തിരിയുടെ മധുരം നനഞ്ഞുകൊണ്ടിരിക്കുന്ന കുറുക്കനോട് കുരങ്ങച്ചാർ ചോദിച്ചു, നല്ല മധുരമുണ്ടല്ലേ? നിനക്ക് കിട്ടാതായത് കൊണ്ടാണ് നീ അതിനെ മോശമാക്കി പറഞ്ഞത്, അല്ലാതെ നീ അത് കഴിച്ചു നോക്കിയിട്ടല്ലല്ലോ. നീ കയ്ക്കും പുളിക്കും എന്നൊക്കെ പറഞ്ഞ ഈ മുന്തിരി എത്ര മധുരമാണ്. ഒരിക്കലും യഥാർത്ഥ കാര്യം അറിയാതെ ഒന്നിനെയും വിലയിരുത്തരുത്. ഇത് കേട്ട കുറുക്കന് ശരിക്കും തൻ്റെ തെറ്റു മനസ്സിലായി. അവൻ അതിൽ വല്ലാതെ വിഷമിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നമുക്ക് കൈപ്പിടിയിലാക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമുക്ക് കിട്ടിയില്ലെന്ന് കരുതി ആരെയും ഒന്നിനെയും ദുഷിച്ച് സംസാരിക്കരുത്. നല്ലത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുത്. ആരെയും കുറിച്ച് ദുഷിച്ച് സംസാരിക്കാതെയും നല്ലത് മാത്രം പറഞ്ഞും എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ലൈഫ് ബ്യൂട്ടിഫുൾ ആകട്ടെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.